നമസ്കാരം. ഒരൊറ്റ രാത്രി കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ആരും പ്രതീക്ഷിക്കാത്തൊരു മാറ്റമുണ്ടായി. അമേരിക്ക ഇന്ത്യ കരാർ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ യാഥാർത്ഥ്യമായി. ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയും ഇറക്കി. എന്നാൽ എന്തുകൊണ്ട് ഇത്രയും വേഗത്തിൽ റഷ്യയെ കൈവിടുന്ന കാര്യത്തിൽ മോദി ഒരു തീരുമാനത്തിലെത്തി എന്നതിന് ഇപ്പോഴും ഉത്തരവില്ല. എന്നാൽ റഷ്യ പൂർണ്ണമായും കൈവിടുകയാണോ എന്ന ചോദ്യത്തിനും ബി സർക്കാർ മൗനമല്ലാതെ മറ്റൊരു മറുപടി പറഞ്ഞില്ല. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. റഷ്യയെ ഇന്ത്യ പൂർണ്ണമായി കൈവിട്ടു കഴിഞ്ഞു. ഇന്ത്യ US വ്യാപാര കരാർ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താനുള്ള നടപടികളുമായി ഇന്ത്യൻ കമ്പനികൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നീ പൊതുമേഖലാ എണ്ണ കമ്പനികളും റഷ്യൻ എണ്ണയ്ക്ക് ഏപ്രിൽ മാസ ഓർഡർ നൽകുന്നത് മരവിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടും. റഷ്യൻ കമ്പനിക്ക് ഓഹരിയുള്ള നയാരയും ഏപ്രിൽ ഓർഡർ നൽകിയിട്ടില്ല. മാർച്ചിലേക്ക് ഇതിനകം നൽകിയ ഓർഡറും മുൻമാസങ്ങളിലേക്കാൾ ഏറെ കുറവാണ്. റഷ്യൻ എണ്ണ നേരിട്ടോ പരോക്ഷമായോ വാങ്ങില്ല എന്ന ഉറപ്പ് നൽകിയെന്ന് കാട്ടിയാണ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% അധിക തീരുവ കഴിഞ്ഞ ദിവസം US വെട്ടിക്കുറച്ചത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയോ എന്നതിൽ കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ല എങ്കിലും റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ പിന്നോക്കം പോകുന്നുവെന്ന് വ്യക്തമായ സൂചനകൾ പുറത്തുവരികയാണ്. കഴിഞ്ഞ വർഷം ജനുവരിക്കും ഒക്ടോബറിനും ഇടയിൽ ഇന്ത്യയിലേക്കുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 30 മുതൽ 35% വരെ റഷ്യയിൽ നിന്നായി. ഡിസംബറോടെ ഇത് 25%-ത്തിലും താഴെ. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികൾ റഷ്യൻ ഇറക്കുമതി പൂർണ്ണമായും നിർത്തി. റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റിന് 49% ഓഹരിയുള്ള നയാര പ്രതിദിനം 4 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഏപ്രിൽ മാസ ഓർഡർ നൽകിയിട്ടില്ല എങ്കിലും നയാരയ്ക്ക് തുടർന്നും റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകിയേക്കുമെന്ന് വിവരമുണ്ട്. മാർച്ചിൽ ഇന്ത്യൻ കമ്പനികൾ പ്രതിദിനം 6 ലക്ഷം ബാരൽ എണ്ണ മാത്രമാകും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക. കഴിഞ്ഞ വർഷം ജൂണിൽ 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നിരുന്നതാണ്. ഇത്രത്തോളം കുറച്ച് ചെറിയൊരളവിലേക്ക് ഇന്ത്യ എത്തിക്കുന്നു. ഇന്ത്യ US വ്യാപാര കരാർ പ്രഖ്യാപനത്തിനു പിന്നാലെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് മരവിപ്പിക്കാനുള്ള ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ തീരുമാനം വെറുമൊരു സാമ്പത്തിക നീക്കമല്ല. അത് ഇന്ത്യയുടെ ദീർഘകാല വിദേശ നയത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഗുരുതര രാഷ്ട്രീയ വഴിത്തിരിവാണ്. ഇന്ത്യ റഷ്യൻ എണ്ണ ഓർഡറുകൾ നിർത്തിവെച്ചുവെന്ന വാർത്ത പുറത്തു വന്നതോടെ റഷ്യ ഇന്ത്യയുടെ ഒരിക്കലും കൈവിടാത്ത സുഹൃത്ത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവർത്തിച്ചു പറഞ്ഞ വാചകങ്ങൾ വെറും രാഷ്ട്രീയ വാചാലമായിരുന്നു എന്ന സംശയം ശക്തമാവുകയാണ്. ഉക്രൈൻ യുദ്ധം തുടങ്ങിയത് മുതൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധങ്ങളുടെ മതിൽ കെട്ടിയപ്പോൾ ആ മതിലിൽ വിള്ളൽ വീഴ്ത്തിയ കുറച്ച് രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ച റഷ്യൻ എണ്ണ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു. പണപ്പെരുപ്പം നിയന്ത്രിക്കാനും ഇന്ധനവില വർധനവിന്റെ ആഘാതം ജനങ്ങളിലേക്ക് എത്താതെ തടയാനും ഈ റഷ്യൻ എണ്ണ നിർണായക പങ്കുവഹിച്ചു. അന്ന് ഇന്ത്യ എടുത്ത നിലപാട് തന്ത്രപരമായ സ്വതന്ത്ര വിദേശ നയം എന്ന പേരിൽ ഭരണകൂടം അഭിമാനത്തോടെ അവതരിപ്പിച്ചു. പക്ഷേ ഇന്ന് സ്ഥിതി പെട്ടെന്ന് മാറിയിരിക്കുന്നു. ഇന്ത്യ US വ്യാപാര കരാർ പ്രഖ്യാപിച്ചതിനു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തുറന്ന ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി ഒരു മുന്നറിയിപ്പോ പരസ്യമായ വിശദീകരണമോ കൂടാതെ റഷ്യൻ എണ്ണ വാങ്ങൽ മരവിപ്പിക്കുകയാണ് ഇന്ത്യൻ കമ്പനി. ഇത് യാദൃച്ഛികമാണെന്ന് വിശ്വസിക്കാൻ രാഷ്ട്രീയമായി ബുദ്ധിയുള്ള ആരും തയ്യാറാകില്ല. ഇത് വ്യക്തമായും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തല കുനിച്ചു എന്നതിന്റെ തെളിവ് തന്നെയാണ്. ഇവിടെ ഉയർന്ന ഏറ്റവും വലിയ ചോദ്യം വർഷങ്ങളായി ഇന്ത്യക്ക് നിർണായകമായ സൈനിക, സാങ്കേതിക, നയതന്ത്ര പിന്തുണ നൽകിയ റഷ്യയെ ഇത്ര ലഘുവായി കൈവിടാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നതാണ്. ഐക്യരാഷ്ട്രസഭയിലടക്കം ഇന്ത്യക്കെതിരെ പലവട്ടം ഉയർന്ന അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളിൽ ഇന്ത്യയുടെ പക്ഷത്ത് ഉറച്ചുനിന്ന രാജ്യമാണ് റഷ്യ. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ ആശ്രയം പലപ്പോഴും വലിയ തോതിൽ റഷ്യയിലാണെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ഈ തീരുമാനം. മോദി ഭരണകൂടം ഇതുവരെ പിന്തുടർന്നുവെന്ന അവകാശപ്പെട്ടിരുന്ന മൾട്ടി അലൈൻമെന്റ് എന്ന വിദേശ നയ തത്വം ഈ സംഭവത്തോടെ പൂർണ്ണമായി തകരുകയാണ്. അമേരിക്കയോടുള്ള അമിത അടുപ്പവും ട്രംപിന്റെ ഭീഷണികൾക്ക് മുന്നിൽ കാണിക്കുന്ന ഈ വിധേയത്വവും ഇന്ത്യയെ ഒരു സ്വതന്ത്ര ആഗോള ശക്തി എന്ന നിലയിൽ നിന്ന് വലിയ ശക്തികളുടെ ചട്ടുകമായി മാറുന്ന ദിശയിലേക്കാണ് നയിക്കുന്നത്. ഇന്ന് റഷ്യൻ എണ്ണ, നാളെ ആയുധ ഇടപാടുകൾ, അതിനുശേഷം നയതന്ത്ര ഇടപാടുകൾ. ഈ വഴിയിൽ ഇന്ത്യയുടെ തീരുമാനങ്ങൾ വാഷിംഗ്ടണിൽ നിന്നാവും ഇനി നിർണയിക്കപ്പെടുക. ഇതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമായിരിക്കും. റഷ്യയെ പോലൊരു ശക്തമായ രാജ്യത്തോട് വിശ്വാസവഞ്ചന കാണിക്കുന്നത് ഇന്ത്യയുടെ വിശ്വാസ്യതയെ ആഗോളതലത്തിൽ തന്നെ തകർക്കും. അമേരിക്കൻ വിപണികളിലേക്കുള്ള പ്രവേശനം, വ്യാപാര ഇളവുകൾ, നിക്ഷേപ വാഗ്ദാനങ്ങൾ ഇവയെല്ലാം മോദി സർക്കാർ വലിയ നേട്ടങ്ങൾ എന്ന നിലയിൽ അവതരിപ്പിക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ ചരിത്രം പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഇന്ന് ഇന്ത്യയെ പുകഴ്ത്തുന്ന അമേരിക്ക നാളെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനും മടിക്കില്ല എന്ന സത്യം. അതേസമയം കൈവിടപ്പെട്ട റഷ്യ ഈ നീക്കം ഒരിക്കലും മറക്കുകയുമില്ല. ഇന്ന് മൗനം പാലിക്കുന്ന റഷ്യ നാളെ ഇന്ത്യക്ക് നിർണായകമായ ഒരു ഘട്ടത്തിൽ അതേ മൗനം പാലിച്ചാൽ
അല്ലെങ്കിൽ തിരിച്ചടി തുടങ്ങി വെച്ചാൽ അതിന്റെ വില ഇന്ത്യക്ക് കൊടുക്കേണ്ടി വരും. പ്രതിരോധ കരാറുകളിലോ ഐക്യരാഷ്ട്രസഭയിലെ വോട്ടിങ്ങുകളിലോ മേഖലാപരമായ സംഘർഷങ്ങളിലോ ആ തിരിച്ചടി പല രൂപത്തിലും വരാം.